ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. BSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടത്തിയിട്ടുള്ള മുൻ വർഷങ്ങളിലെ പരീക്ഷകളിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഡേറ്റ സ്ട്രക്ചർ. അതിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ വി സ്റ്റാർട്ട് ഐ വുഡ് ലൈക്ക് ടു സീ സംതിങ്. അറ്റ്ലീസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യനെങ്കിലും മിനിമം ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്യുവർലി ഡേറ്റ സ്ട്രക്ചേഴ്സ് മാത്രമല്ല, പ്ലസ് അൽഗോരിതംസിൽ നിന്നുള്ള കണ്ടന്റ്സും ഇടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പേപ്പറാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. അൽഗോരിതംസ് ഒരുപാട് ഡെപ്തിലൊന്നും പോവേണ്ട കാര്യമില്ല, ബട്ട് സ്റ്റിൽ യു നീഡ് ടു നോ സംതിങ് അറ്റ്ലീസ്റ്റ്. സോ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഇൻസേർട്ട് ദ ക്യാരക്ടർ ഓഫ് ദ സ്ട്രിങ് KRPCSTJMNY ഇൻടു എ ഹാഷ് ടേബിൾ. ഹാഷിംഗ് ആണ് കേട്ടോ കുട്ടികളെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഹാഷിംഗ് ഓക്കെ. ഓഫ് സൈസ് 10. ഹാഷ് ടേബിളിന്റെ സൈസ് വന്നിട്ടുണ്ട് 10 ആണ് എന്നുള്ളത്. Then using the hash function h of x വന്നിട്ടുണ്ട്. order of x minus order of b plus 1 mod 10 എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് ലീനിയർ പ്രോബിംഗ് ആണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ടു റിസോൾവ് കൊലീഷൻസ്. ഫൈനൽ ഹാഷ് ടേബിൾ ഈസ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹാഷ് ടേബിൾ തന്നിട്ടുണ്ട്, നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓഡ് ഫംഗ്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റിട്ടേൺസ് ആസ്കി വാല്യൂ ഓഫ് ദി ആർഗ്യുമെന്റ്. ഫോർ എക്സാമ്പിൾ ഓഡ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 65 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്ട്രിങ് എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് അതിൽ ഓരോ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹാഷ് ടേബിളിന്റെ സൈസ് എന്ന് പറയുന്നത് 10 ആണ് അല്ലെ. അപ്പൊ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയുള്ള സ്ലോട്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഹാഷ് ടേബിളിനകത്ത്. അതിൽ ഓരോന്നിലും ഏതാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിനുള്ള ഹാഷ് ഫംഗ്ഷൻ h of x നമുക്ക് തന്നിട്ടുണ്ട്. ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇൻ കേസ് ഓഫ് കൊളീഷൻസ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലീനിയർ പ്രോബിങ് യൂസ് ചെയ്തിട്ട് വേണം അത് റിസോൾവ് ചെയ്യാനെന്നും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിലെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ക്യാരക്ടർ k ആണ്. സോ h of k നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എയുടെ ആസ്കി വാല്യൂ 65 ആണ് എന്ന് തന്നിട്ടുണ്ട്. കെയുടെ ആസ്കി വാല്യൂ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല വെച്ചാല് ഇവിടെ തന്നിട്ടുള്ള ലെറ്റേഴ്സിന്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് നിങ്ങൾ എഴുതി വെക്കുക പേപ്പറിൽ, എന്നിട്ട് 1 by 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പൊ ഞാനിവിടെ കെയുടെ ആസ്കി വാല്യൂ 75 ആണ് വരുന്നുണ്ടായിരിക്കുക. സോ h of k നമുക്ക് തന്നിട്ടുണ്ട് ഓഡ് ഓഫ് എക്സ്. ഓഡ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഓഡ് ഓഫ് കെ ആണ് വരുന്നുണ്ടായിരിക്കുക. ഓഡ് ഓഫ് കെ മൈനസ് ഓഡ് ഓഫ് ബി. ഓഡ് ഓഫ് ബി പ്ലസ് 1 മോഡ് 10 ആണ് വരുന്നത് അല്ലെ. ഓഡ് ഓഫ് കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി 75 ആയിരിക്കും. മൈനസ് ഓഡ് ഓഫ് എ എന്ന് പറയുന്നത് 65 ആണെങ്കിൽ ഓഡ് ഓഫ് ബി എത്രയായിരിക്കും കുട്ടികളെ? 66 അല്ലേ വരുന്നുണ്ടായിരിക്കാം. പ്ലസ് 1 മോഡ് 10. പ്ലസ് 1 കഴിഞ്ഞിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിനെ വേണം മോഡ് 10 ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ദിസ് ഇസ് ഈക്വൽ ടു എനിക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? 75, 76. അപ്പൊ 10 അല്ലേ വരുന്നുണ്ടായിരിക്കുക. 10 മോഡ് 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക? 0. 10 മോഡ് 10 നമുക്ക് റിമൈൻഡർ ഇല്ല. സോ ആൻസർ വിൽ ബി 0. സോ 0th ഇൻഡെക്സിലോട്ട് ഐ ക്യാൻ മാപ്പ് കെ. സോ ഇതിൽ നമ്മൾ എല്ലാം ചെയ്ത് നോക്കേണ്ടതുണ്ടോ?
എല്ലാം ചെയ്ത് നോക്കേണ്ടതായിട്ട് വരില്ല. കാരണം നോക്കിക്കേ, ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് കെ ആണ് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. റിമൈനിങ് നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് സെക്കൻഡ് ഏതാണ് ലെറ്റർ വരുന്നത് എന്നുള്ളത് നോക്കുക. സെക്കൻഡ് ക്യാരക്ടർ ഓപ്ഷൻ എയിൽ ആറും ഓപ്ഷൻ ഡിയിൽ ജെ ആണ് വരുന്നത്. എനിവേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ സെക്കൻഡ് ലെറ്റർ ആറാണ് വരുന്നത്. സോ നമ്മൾ എച്ച് ഓഫ് ആറ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എച്ച് ഓഫ് ആറിന്റെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 ആണ് വരിക. -66 +1 മോഡ് 10 ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ 83. അപ്പോൾ എനിക്ക് വാല്യൂ കിട്ടുന്നുണ്ടായിരിക്കുക 7 ആയിരിക്കും. 17 അല്ലേ വരുന്നുണ്ടായിരിക്കുക. 83 - 66 എന്ന് പറയുമ്പോൾ 17 മോഡ് 10 ആയിരിക്കും വരിക. ദിസ് ഇസ് ഈക്വൽ ടു 7 ആയിരിക്കും. സോ 7th ഇൻഡെക്സിലോട്ടായിരിക്കും ഞാൻ 6 ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഇതിന്റെ ആൻസർ പിടികിട്ടി കാണും. നമുക്കിനി ഫെർദർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇത് ട്രിക്ക് മനസ്സിലാവാത്ത കുട്ടികൾക്ക് ഈ 1നും 6 ഈ ഒരു 0ക്കും 7നും ഇടയിലുള്ള ഇൻഡെക്സസിൽ എന്തായാലും ഏതെങ്കിലും വാല്യൂ വരാതിരിക്കില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ്. Since J is given as a second index value in option D, let's check with J itself. J നമുക്ക് നോക്കാൻ പറ്റുമോ? അങ്ങനെ J നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നോക്കാൻ പറ്റില്ല. സിൻസ് ദിസ് ഇസ് ലീനിയർ പ്രോബിങ്, വി നീഡ് ടു ചെക്ക് പി ഇതിന്റെ ഇടയിലാണോ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പി ഇതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്നുള്ളത്. സോ എച്ച് ഓഫ് പി നോക്കാം. പി എന്ന് പറയുന്നതാണ് തേർഡ് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നത് കേട്ടോ, ഇൻസേർട്ട് ചെയ്യുന്നത്. സോ എച്ച് ഓഫ് പി എന്ന് പറയുമ്പോൾ പിയുടെ 80 ആയിരിക്കും ആസ്കി വാല്യൂ വരുന്നുണ്ടായിരിക്കുക. -66 +1 എന്ന് പറയുമ്പോൾ മോഡ് 10 വന്നു കഴിഞ്ഞിട്ട് 15 അല്ലേ വരുന്നുണ്ടായിരിക്കുക. 66. യെസ്, 15 മോഡ് 10 എന്ന് പറയുമ്പോൾ എത്രയാണ് കുട്ടികളെ വരുന്നുണ്ടായിരിക്കുക? ദിസ് ഇസ് ഈക്വൽ ടു 5 അല്ലേ വരുന്നുണ്ടായിരിക്കുക. സോ ഐ ക്യാൻ പ്ലേസ് പി ഓവർ ഹിയർ. നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷനിലെ കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എലമെന്റ് നമ്മുടെ ഹാഷ് ടേബിളിലത്തെ നെക്സ്റ്റ് എലമെന്റ് 6 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും വരില്ല. അതാണ് എൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഇനിയും ചിലപ്പോൾ വാല്യൂസ് വരാതിരിക്കാം. നോട്ട് ഗോയിങ് ടു ചെക്ക് എവറിത്തിങ് ഞാൻ ചെക്ക് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ടൈം പോകും. സോ ഇതിനിടയ്ക്ക് ഒരു എലമെന്റെങ്കിലും അഡീഷണലി വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഞാൻ ഈ ഓപ്ഷനെ അങ്ങോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ എൻ്റെ കണ്ടന്റിന്റെയും ഹാഷ് വാല്യൂ കാണാനായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. യു ക്യാൻ വെരിഫൈ ദിസ് വിത്ത് ദ ആൻസർ കീ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ തന്നിരിക്കുന്നത്? ദ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആണ് തന്നിരിക്കുന്നത്. ഓഫ് ബൈനറി സെർച്ച് ട്രീ BST ആണ് തന്നിരിക്കുന്നത്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്തായാലും റൂട്ട് എന്താന്നുള്ളത് മനസ്സിലാക്കാം. റൂട്ട് എന്ന് പറയുന്നത് 22 ആണ്. പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആണ്. ദെൻ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദിസ് ട്രീ. ഇതിന്റെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഈ 22 റൂട്ട് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പ്രീ ഓർഡർ ട്രാവേഴ്സലാണ് വന്നിട്ടുള്ളത്. ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് റൂട്ടിനേക്കാൾ ചെറിയ എലമെന്റ്സും റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത് റൂട്ടിനേക്കാൾ വലിയ എലമെന്റ്സും ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പൊ 22 ആണ് റൂട്ട് എങ്കിൽ 9 എന്ന് പറയുന്നത് ദിസ് വിൽ ഗോ ടു ദ ലെഫ്റ്റ്. This will go as the left child of 22. Means 9 ഇങ്ങോട്ടേക്ക് വരും. Then 8 ആണ് വരുന്നത്. 8 എന്തായാലും ലെഫ്റ്റ് സബ് ട്രീയിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. 22നേക്കാളും ലെസ് ആണ്. 9നേക്കാൾ ലെസ് ആണോ? യെസ്. സോ ദിസ് വിൽ ഗോ ഹിയർ. 8 will go here. Now comes 1. 1 എന്ന് പറയുന്നത് less than 22, less than 9, less than 8. So it will go here. Now 6 ആണ് വരുന്നത്. 6 is less than 22, less than 9, less than 8. Then less than 1 ആണോ? അല്ല, greater than 1 ആണ്. So this will go as the right child of this node 1.
സോ 6 ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 19 ആണ്. 19 ഈസ് ലെസ് ദാൻ 22 ബട്ട് ഗ്രേറ്റർ ദാൻ 9. സോ ഇറ്റ് വിൽ ഗോ ആസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് 9. നൗ നെക്സ്റ്റ് എലമെന്റ് 18 ആണ്. 18 എന്ന് പറയുന്നത് ലെസ് ദാൻ 22 ബട്ട് ഗ്രേറ്റർ ദാൻ 9 ബട്ട് ലെസ് ദാൻ 19. സോ ഇറ്റ് വിൽ ഗോ ഹിയർ. 18 ഇവിടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ 17 ആണ് വരുന്നത്. 17 ഈസ് ലെസ് ദാൻ 18 അല്ലേ? സോ 17 ഇവിടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇതൊന്ന് ഞാൻ റീറൈറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പിന്നെ റീഡ് ചെയ്യാനുള്ള എളുപ്പത്തിന്. 6 എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രാവേഴ്സിൽ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ, ഇത് അടുത്തടുത്ത് വന്നതുകൊണ്ട്. നൗ 17 കഴിഞ്ഞിട്ട് 20 ആണ് വരുന്നത്. ലെസ് ദാൻ 22 ഗ്രേറ്റർ ദാൻ 9 ഗ്രേറ്റർ ദാൻ 19. സോ 20 വിൽ ഗോ ഹിയർ. ദെൻ 23 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 22 ആണ്. സോ 22ന്റെ റൈറ്റ് നോഡ് ആയിട്ടായിരിക്കും ഏത് വരുന്നുണ്ടായിരിക്കുക? 23 വരുന്നുണ്ടായിരിക്കുക. റൈറ്റ് ചൈൽഡ് ആയിട്ട് കേട്ടോ, ചൈൽഡ് നോഡായിട്ട്. ഓക്കെ, ദെൻ 29 ഗ്രേറ്റർ ദാൻ 22 ഗ്രേറ്റർ ദാൻ 23. 23യുടെ റൈറ്റ് ചൈൽഡ് ആയിട്ടായിരിക്കും 29 വരുന്നുണ്ടായിരിക്കുക. 33 ഈസ് ഗ്രേറ്റർ ദാൻ 29. സോ ഇറ്റ് വിൽ ബി ദ റൈറ്റ് ചൈൽഡ് നോഡ് ഓഫ് 29. ഇനി ഇതിന്റെ പോസ്റ്റ് ഓർഡർ, ഇതിന്റെ ഷോർട്ട് കട്ട് നമ്മൾ നേരത്തെ ബൈനറി ട്രീസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രീ ട്രാവേഴ്സൽസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ്. അതിൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലാണ് ചെയ്യുന്നതെങ്കിൽ, ആക്ച്വലി പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് റൂട്ട് എന്ന രീതിയിലായിരിക്കും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് റൂട്ട് ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ നോട്ട്സ് വിസിറ്റ് ചെയ്യേണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട്, ഒരു ട്രീ തന്നിട്ട് അതിന്റെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ റൂട്ട് നിന്ന് ട്രാവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു നോഡ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടൈം എപ്പോഴാണോ ഈ ട്രാവേഴ്സിൽ ഇങ്ങനെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നടക്കുന്നത് വെച്ചാൽ ആ എലമെന്റ്സ് എഴുതിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് എന്താ പറയാ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. സോ 22ന്റെ അവിടെ നിന്ന് നമ്മൾ ട്രാവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ട്രാവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഇവിടോട്ട് ഈ 1 കഴിഞ്ഞിട്ട് എലമെന്റ് ഉണ്ടോ? ഇല്ല, 1 കഴിഞ്ഞിട്ട് എലമെന്റ് ഇല്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു മേക്ക് ദിസ് പ്രദക്ഷിണം. ഈ പ്രദക്ഷിണം ഞാൻ വെച്ചേ മതിയാവുന്നോ, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 1 ഞാൻ വിസിറ്റ് ചെയ്തു. 1ന്ന് 6ലോട്ട് പോയി. 6ന്ന് ഞാൻ 1ലോട്ട് പോകുമ്പോൾ ഇനി 6ലോട്ട് എനിക്കൊരു തിരിച്ചുവരവില്ല. സോ 6 is the first node that I visit. So ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കുമ്പോൾ ആദ്യം നോക്കുക 1 ആണ് തന്നിരിക്കുന്നത്, നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി 1 നമ്മൾ 6 വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ വി കനോട്ട് ചൂസ് ദീസ് 2 ഓപ്ഷൻസ്. എയും ബിയും റോങ് ആണ്. സി അല്ലെങ്കിൽ ഡി ആയിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കുക. സോ 6 നമ്മൾ വിസിറ്റ് ചെയ്തു. 6 വിസിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 1 വിസിറ്റ് ചെയ്തു. 1 വിസിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ 8ലോട്ട് പോയി. 8ന് റൈറ്റ് നോഡില്ല. ഇത് ബൈനറി സെർച്ച് ട്രീ ആണ്. മാക്സിമം 2 നോഡ്സ് വരെ എന്തിനുണ്ടാവാം, ഓരോ ഇന്റേണൽ നോഡിനും ഉണ്ടായിരിക്കും. സോ ഇവിടെ പ്രത്യേകിച്ച് നോഡൊന്നുമില്ല. ബട്ട് ഐ ഹാവ് ടു മേക്ക് ദിസ് പ്രദക്ഷിണം. ഐ മേക്ക് ദിസ് പ്രദക്ഷിണം ആൻഡ് കം ബാക്ക് ടു 8ലേക്ക് വന്നു. നെക്സ്റ്റ് 8. 2 ഓപ്ഷൻസിലും 8 ഉണ്ട്. ദെൻ ഐ ഗോ ബാക്ക് ഹിയർ ടു 9. ഞാനിവിടെ 9ലേക്ക് പോയിരിക്കുകയാണ്. ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഓപ്ഷൻ ആക്ച്വലി കാണുന്നില്ല. ഇവര് 1, 6, 8 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ തന്നിട്ടുള്ള ഒറ്റ ഓപ്ഷൻസും റൈറ്റ് ആണെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് ഞാൻ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലാണെങ്കിൽ വരുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ 6, ദെൻ 1, ദെൻ 8, ദെൻ ഞാൻ വിസിറ്റ് ചെയ്യുന്ന എലമെന്റ് 17 ആയിരിക്കും. 6, 1, 8, 17 കഴിഞ്ഞിട്ട് വരുന്നത് 18 ആയിരിക്കും. 18 കഴിഞ്ഞാൽ 20, 20 കഴിഞ്ഞാൽ 19, 19 കഴിഞ്ഞിട്ട് ഞാൻ 9 ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ 22ലേക്ക് പോകും. 23 ഇവിടെ ലെഫ്റ്റിലോട്ടില്ല, ആ പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യും. 29 ഈ പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യും. 33ക്ക് ലെഫ്റ്റും റൈറ്റും ഇല്ല. അപ്പൊ എളുപ്പമായി കുറച്ചും കൂടി. എനിക്ക് ഒന്നും പ്രത്യേകിച്ച് പ്രദക്ഷിണം ചെയ്യാനൊന്നും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല.
33 വിസിറ്റ് ചെയ്യും. സോ 9 വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 33 ആണ്. 33 കഴിഞ്ഞാൽ 29, 23, അവസാനം 22. ഒരു കാരണവശാലും 20 വരുന്ന രീതിയിലാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും 1 സ്റ്റാർട്ട് ചെയ്യും പിന്നെ ട്രാവേഴ്സിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. റൂട്ട് നോഡിലായിരിക്കും പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ അവസാനിക്കുന്നുണ്ടായിരിക്കുക എല്ലായ്പ്പോഴും. സോ COD ആയിരുന്നിരിക്കണം ആൻസർ. പക്ഷെ ഇവർ തന്നിട്ടുള്ള ഓർഡറിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ദിസ് ക്വസ്റ്റ്യൻ കുഡ് ബി ചാലഞ്ച്ഡ്. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ നോക്കിയത് തെറ്റിപ്പോയതാണോ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. 6, 1, 8, 17, 18, 20. ഓക്കെ 99, 33, 29, 23, 20. ഓക്കെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇവിടെ കറക്റ്റ് ആൻസർ. ഞാൻ ഇവിടെ ചെക്ക് ചെയ്തതിൽ തെറ്റിപ്പോയതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് വാട്ട് റിട്ടൺ ഹിയർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാൻ വാല്യൂ ചെക്ക് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. Okay, anyway, let's move to the next question. Identify the sorting algorithm implemented by the following code എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോഡ് നോട്ടെ അറേ പാസ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. I, j, temp, I is equal to 0, I less than n, I plus plus, j is equal to 0, j less than n minus I minus 1, j plus plus, j greater than x of j greater than x of j plus 1 ആണെങ്കിൽ ടെമ്പിലോട്ട് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? പിന്നെ എക്സ് ഓഫ് ജെ മൂവ് ചെയ്തിരിക്കുന്നു. എക്സ് ഓഫ് ജെയിലോട്ട് എക്സ് ഓഫ് ജെ പ്ലസ് 1 ടെമ്പ് എക്സ് ഓഫ് ജെ പ്ലസ് 1 ഇട്ടിരിക്കുന്നു. അതായത് അഡ്ജസന്റ് എലമെന്റ്സ് ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? അഡ്ജസന്റ് എലമെന്റ്സ് സ്വാപ്പ് ചെയ്യുക. ഇൻ കേസ് എന്താ പറയുക, അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അഡ്ജസന്റ് എലമെന്റ്സ് സ്വാപ്പ് ചെയ്യാണ്. ദിസ് ഇസ് സിംപ്ലി ദ സ്റ്റാൻഡേർഡ് ഒപ്റ്റിമൈസേഷൻ ഇൻ ബബിൾ സോർട്ട് ഓൺലി അല്ലേ? ബബിൾ സോർട്ട് ഓപ്ഷൻസിൽ ഉണ്ടോ? ക്വിക്ക് സോർട്ട് വന്നിട്ടുണ്ട്, അതല്ല ബബിൾ സോർട്ട്. ഓപ്ഷൻ ബി ഹീപ്പ് സോർട്ട് വന്നിട്ടുണ്ട്. ക്വിക്ക് സോർട്ടിനകത്ത് ഡിവൈഡ് ആൻഡ് കോൺകർ അതാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. റിക്കർഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെസ്റ്റഡ് ലൂപ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് ദിസ് ഹീപ്പ് സോർട്ട് ഹീപ്പ് ഡേറ്റ സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അഡ്ജസന്റ് സ്വാപ്സ് ഒന്നും അതിനകത്ത് ഹീപ്പ് സോർട്ടിനകത്ത് ഉണ്ടായിരിക്കില്ല. നൺ ഓഫ് ദ അബോവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി റോങ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A binary search tree is used to locate the number 53. ആയിക്കോട്ടെ, ബൈനറി സെർച്ച് ട്രീ യൂസ് ചെയ്തിട്ടാണ്, BST യൂസ് ചെയ്തിട്ടാണ് ഒരു നമ്പർ 53 എന്ന് പറയുന്ന നമ്പർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോബ് സീക്വൻസസ് ആർ നോട്ട് പോസിബിൾ? ഓക്കെ, ബൈനറി സെർച്ച് ട്രീയിൽ ട്രാവേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഈ സീക്വൻസ് പോസിബിൾ ആണോ എന്നുള്ളത് നോക്കാം. 27 കഴിഞ്ഞിട്ട് 87ലേക്ക് പോയി. 20 എന്തായാലും ഗ്രേറ്റർ 53 എന്ന് പറയുന്നത് 27 റൂട്ട് നോഡ് ആയിരിക്കണം. 27നേക്കാൾ ഗ്രേറ്റർ ആണ് 53 എന്ന് പറയുന്നത്. സോ അത് റൈറ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്തപ്പോൾ 87 ഫൈൻഡ് ചെയ്തു. 87 ഫൈൻഡ് ചെയ്തപ്പോൾ മനസ്സിലാക്കാണ് 53 ഈസ് ലെസ് ദാൻ 87. സോ ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്തു. അവിടെ വെച്ച് 37 കാണുവാണ്. തേർഡ് കണ്ടു 37 എന്നുള്ളത്. ദെൻ 76ലോട്ടാണ് പോകുന്നത്. 76 ഈസ് ഗ്രേറ്റർ ദാൻ 27, ലെസ് ദാൻ 87 ആൻഡ് ഗ്രേറ്റർ ദാൻ 76. Since 53 is greater than 37, that is correct. 76 വരെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് 28ലോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 28 is greater than 27, less than 87, less than 37. 76ൽ നിന്ന് 28ലോട്ട് പോവുക എന്നുള്ളത് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ഇൻ ബൈനറി സെർച്ച് ട്രീ. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ്. നൗ ലെറ്റ്സ് ചെക്ക് ദ സെക്കൻഡ് വൺ. റൂട്ട് നോഡ് 12 ആണ്. ഓക്കെ, 12നേക്കാൾ ഗ്രേറ്റർ ആണ് 53. സോ റൈറ്റിലോട്ടാണ് പോകുന്നത്. സോ 13 എന്ന് പറയുന്നത് 12നേക്കാൾ ഗ്രേറ്റർ ആണ്. ദെൻ 60 എന്ന് പറയുന്നത് 13നേക്കാളും ഗ്രേറ്റർ ആണ്. 53 എന്ന് പറയുന്നത് ലെസ് ആണ് വരുന്നത്. സോ ലെസ് 50ലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ പോകുന്നത് 70ലോട്ടാണ്.
70 പോവാൻ പറ്റുമോ കുട്ടികളെ? 50 70 എന്ന് പറയുന്ന ഒരു നോഡിലേക്ക് പോവാൻ സാധിക്കില്ല. 70 ഈസ് ഗ്രേറ്റർ ദാൻ 60. വി ആർ ഹിയർ റൈറ്റ് നൗ, വി ആർ ഹിയർ ഇൻ ദിസ് നോഡ്. 50 എന്ന് പറയുന്ന നോഡിലാണ്. റൈറ്റിലോട്ടാണ് പോവേണ്ടത്, പക്ഷെ 60 ചെറിയൊരു നമ്പർ ആയിരിക്കണം ഇതിന്റെ റൈറ്റിലോട്ട് വരുന്നുണ്ടായിരിക്കാം. ബട്ട് 70 നെക്സ്റ്റ് പ്രോബിംഗ് കാണിച്ചിരിക്കുന്നത്, പ്രോബ് സീക്വൻസ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾസോ impossible. Now let's check the third one. 20 ആണ് റൂട്ട് നോഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. 20 ന്ന് 75ലേക്ക് പോയിരിക്കുന്നു, 75 ന്ന് 41ലേക്ക്. ദാറ്റ് ഈസ് ഓക്കെ. Then 58ലേക്ക് പോയിരിക്കുന്നു, 58 ന്ന് 47ലേക്ക് പോയിരിക്കുന്നു, 47 ന്ന് 53ലേക്ക്. കറക്റ്റ് അല്ലേ കുട്ടികളെ? 47നേക്കാൾ ഗ്രേറ്റർ ആണ് 53, ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 53 and greater than 41 and less than 75 and greater than 20. So option ഈ പറയുന്ന third probe sequence that could be correct. Now let's check with the fourth one as well. Options ഇവിടെ തന്നിട്ടുള്ളതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് കണ്ട് ചാടി കയറി സി നിങ്ങൾ ബബിൾ ചെയ്യാൻ നിൽക്കരുത്. താഴെ കണ്ടു കോമ്പിനേഷൻ ഓഫ് ദീസ് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്ന് വേണം ചൂസ് ചെയ്യാനായിട്ട്. സോ ഇവിടെ എനിക്ക് തേർഡ് വൺ അല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്? തേർഡ് വണ്ണ് കറക്റ്റ് ആന്ന് പറഞ്ഞു. So not which of the following probe sequences are not possible എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 3ഉം പോസിബിൾ അല്ല. 1ഉം 3ഉം പോസിബിൾ അല്ല എന്നുള്ളത് ബിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. 1ഉം 3 അല്ല, 1ഉം 2ഉം പോസിബിൾ അല്ല. എനിക്ക് 1ഉം 2ഉം പോസിബിൾ അല്ല എന്ന് ഡിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഫർദർ എനിക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർത്ത് വൺ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് നോക്കാം കേട്ടോ. സോ ഹിയർ ഐ ഗെറ്റ് ദ ഓപ്ഷൻ ഡി ആസ് ദി റൈറ്റ് ആൻസർ. Now let's move to the next question. നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. The expression will evaluate to 49 if. നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇത് യൂഷ്വലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 24 6. അപ്പോൾ 3 മൈനസ് 24 മൈനസ് എത്രയാ? 1 മൈനസ് 2. അപ്പോൾ 21 22 24 അല്ലേ നമുക്ക് ആൻസർ കിട്ടുക? മൈനസ് 24 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇത് നോർമലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ -24 ആയിരിക്കും ആൻസർ കിട്ടുക. ഇഫ് വിൽ ഇവാലുവേറ്റ് ടു 49 നമുക്ക് ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈനസ് ഈസ് ലെഫ്റ്റ് അസോസിയേറ്റീവ്. അത് ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. ഇപ്പോൾ സ്റ്റാർ ഹാസ് പ്രസിഡൻസ് ഓവർ മൈനസ്. കറന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത് നോർമൽ കേസിൽ ഓപ്ഷൻ എ ആണ് യൂഷ്വലി എന്താ പറയുക നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന കേസിൽ. നമുക്ക് ഓപ്ഷൻ ബിയിൽ എന്താ തന്നിരിക്കുന്നത് നോക്കാം. മൈനസ് ഈസ് റൈറ്റ് അസോസിയേറ്റീവ്. മൈനസ് റൈറ്റ് അസോസിയേറ്റീവ് ആയിരിക്കും. ആൻഡ് മൈനസ് ഹാസ് പ്രസിഡൻസ് ഓവർ സ്റ്റാർ. ആൻഡ് മൈനസ് ഹാസ് പ്രസിഡൻസ് ഓവർ സ്റ്റാർ. ഇൻറ്റു ഓപ്പറേഷനൊക്കെ പ്രസിഡൻസ് മൈനസിന് ഉണ്ട് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് 49 വാല്യൂ കിട്ടും കുട്ടികളെ. മൈനസ് ഈസ് റൈറ്റ് അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് വാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? what we say 6 മൈനസ് 3 മൈനസ് 4 ആദ്യം ചെയ്യുമായിരിക്കും അല്ലേ? 3 മൈനസ് 4 ഇൻറ്റു 6 മൈനസ് 3 മൈനസ് 4. എന്നിട്ട് ഇത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് എനിക്ക് ഇൻറ്റു പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇൻറ്റു 6 മൈനസ് റൈറ്റ് അസോസിയേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞിട്ടില്ലേ? സോ 6 മൈനസ് 1 മൈനസ് 2. സോ ഇങ്ങനെയായിരിക്കും ഞാൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടായിരിക്കുക. ബി ആണെങ്കിലത്തെ കേസാണ് ഞാൻ പറയുന്നത്. സോ 6 മൈനസ് 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1 വരും. ഇൻറ്റു 6 മൈനസ് 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1 വരും. ഇത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലേ? 6 പ്ലസ് 1 ഇൻറ്റു 6 പ്ലസ് 1 is equal to 7 into 7, 49. Okay, so option B is the right answer here. Okay.
സോ 49 ആൻസർ കിട്ടണമെങ്കിൽ മൈനസ് നമുക്ക് റൈറ്റ് അസോസിയേറ്റീവ് ആയിരിക്കണം, മൈനസിന് ഇൻറ്റുനേക്ക സ്റ്റാറിനേക്ക പ്രസിഡൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. Now let's move to the next question. Which of the following is false? False ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. Recursive function stores its variable in heap. No, stackലല്ലേ recursive functions അതിന്റെ variables store ചെയ്യുന്ന കുട്ടികളെ. Now, it is false. Okay, let's check the remaining options as well. Recursive function can cause stack overflow. Okay, stack overflow ഉണ്ടാവാം. Iteration uses less memory than recursion. That is also correct. കാരണം ഈ iteration ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേരിയബിൾസ് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റിക്കേഷനേക്കാൾ കുറച്ച് മെമ്മറി മാത്രമേ ഐട്രേഷന് വേണ്ടി വരുള്ളൂ കേട്ടോ. So option A is the right answer here. Last option none of the above ആണ് കൊടുത്തിരിക്കുന്നത്. Since option A is the wrong statement, false statement അല്ലേ ചോദിച്ചിരിക്കുന്നത്. So that's the answer. Let's move to the next question. Stacks cannot be used to options തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക്? Evaluate an arithmetic expression in postfix form. റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ, പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ അല്ലേ, അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാക്സ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? കനോട്ട് ബി യൂസ്ഡ് ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ ബി യൂസ്ഡ് ടു എന്നാണ് വിചാരിച്ചു. സ്റ്റാക്സ് കനോട്ട് ബി യൂസ്ഡ് ടു എന്നാണ്. സോ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ഇംപ്ലിമെന്റ് റിക്കേഷൻ. റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്റ്റാക്ക് അല്ലേ കുട്ടികളെ യൂസ് ചെയ്യുന്നത്. Next, convert a given arithmetic expression in infix form to its equivalent postfix form. Infixനെ postfixിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് വേണ്ടേ കുട്ടികളെ? കാരണം ഓപ്പറേറ്റർ പ്രസിഡൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാക്ക് ആവശ്യമുണ്ട് അല്ലേ? സോ സ്റ്റാക്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദാറ്റ് ആസ് വെൽ. Then next, allocate CPU resources by operating system. No, നമ്മൾ QL യൂസ് ചെയ്യണത് അതിനകത്ത്. So option D is the right answer. Let's move to the next question. In a circular linked list, circular linked list ആണ്, insertion of an item in the list involves update of എന്താ പറഞ്ഞിരിക്കുന്നത്? No pointer, pointers. Okay, no pointer, 1 pointer, 2 pointers, 3 pointers. Okay, no pointer. Right answer is option C only. 2 pointers വേണ്ടേ നമുക്ക്? ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നോഡ് ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഐറ്റം ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് നോഡിലേക്കും നെക്സ്റ്റ് നോഡിലേക്കും ഉള്ളത് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം വേണ്ടേ? സോ സെർച്ച് ചെയ്യുമ്പോൾ 2 പോയിന്റേഴ്സ്, ഒന്ന് പ്രീവിയസ് നോഡിൽ നിന്നും ഒന്ന് പുതിയ നോഡിൽ നിന്ന് നെക്സ്റ്റ് നോഡിലേക്ക് ഉള്ളത് നമ്മൾ ഇൻസേർട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, സോ 2 pointers are required. Hope this is clear for you. Now let's move to the next question. A hash table H with 25 slots. ഇപ്പോൾ ഹാഷിങ്ങിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കുട്ടികളെ. 25 സ്ലോട്ട്സ് ഉണ്ട് ഹാഷ് ടേബിളിനകത്ത്. that maps 2400 elements, 2400 elementsനെ മാപ്പ് ചെയ്യുന്നുണ്ട്. The load factor has a load factor. ലോഡ് ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇക്വേഷൻ അറിയെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ലോഡ് ഫാക്ടർ ആൽഫ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ഹാഷ് ടേബിൾ. ദിസ് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് നമുക്ക് വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2400/25 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര വരിക? 140 എന്ന് പറയുമ്പോൾ 9 6 96 ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? Now let's move to the next question. Which of the following permutations can be obtained in the same order using a stack? Stack എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ?
സ്റ്റാക്ക് കോൺസെപ്റ്റ് ഒക്കെ നന്നായി പഠിച്ചു വെക്കാം. Using a stack, assuming that the input is the sequence 5, 6, 7, 8, 9 in that order. നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് സീക്വൻസ് 5, 6, 7, 8, 9 ആണ്. നമ്മുടെ പക്കലൊരു സ്റ്റാക്ക് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സീക്വൻസിലുള്ള ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് റിസൾട്ട് എന്താ തന്നിരിക്കുന്നത്? 7, 8, 9, 6, 5 എന്നാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ സ്റ്റാക്കിനകത്തോട്ട് 5 നമുക്ക് ഏത് ഓർഡറിലാണ് നമുക്ക് ഇൻപുട്ട് തന്നിട്ടുള്ളത്? 5, 6, 7, 8, 9 ആണ്. സോ 5 ഇൻസേർട്ട് ചെയ്തു, ദെൻ 6 ഇൻസേർട്ട് ചെയ്തു. സ്റ്റാക്കിലോട്ടാണ്, സോ മുകളിലോട്ടാണ് ഇൻസേർട്ട് ചെയ്തു പോകുന്നത്. ദെൻ നിങ്ങൾ 7 ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ 7 പോപ്പ് ചെയ്ത് നോക്കി നോക്കിയേ. 7 പ്രിന്റ് ആയി അല്ലേ? 7 പ്രിന്റ് ആയി. 7 പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇപ്പൊ എംപ്റ്റി ആണ്. ദെൻ ഞാൻ 8 ഇൻസേർട്ട് ചെയ്തു. ദെൻ ഞാൻ 9 ഇൻസേർട്ട് ചെയ്തു. വേണ്ട, 9 ഇൻസേർട്ട് ചെയ്തില്ല, 8 ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് 8 പോപ്പ് ചെയ്തു. 8 പോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് 8 പ്രിന്റ് ആയില്ലേ? ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എംപ്റ്റി ആയി. 9 ഞാൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. 9 പോപ്പ് ചെയ്തു, പ്രിന്റ് ചെയ്തു അല്ലേ? ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എംപ്റ്റി. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എംപ്റ്റി അല്ല, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് 6. ഇനി ഞാൻ 6 പോപ്പ് ചെയ്തു. ദെൻ 5 പോപ്പ് ചെയ്തു. സോ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. എൻ്റെ പക്കലുള്ള സീക്വൻസ്, എനിക്ക് തന്നിട്ടുള്ള സീക്വൻസും ആ സ്റ്റാക്കും വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഓർഡറിൽ വേണമെങ്കിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് സീക്വൻസ് 5, 9, 6, 7, 8 ആണ് വന്നിട്ടുള്ളത്. സോ ഒന്നുള്ള ക്യാൻ ബി ഒബ്റ്റൈൻഡ്. ഒന്നുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്നുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളത് എ മാത്രമേ ഉള്ളൂ. സോ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ കിട്ടും. വേണമെങ്കിൽ ഞാൻ റിമൈനിങ് ഒരെണ്ണം അതിനകത്ത് പോസിബിൾ അല്ലാത്ത ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പൊ 5, 9, 6, 7, 8 പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആദ്യം തന്നെ 5 ഇൻസേർട്ട് ചെയ്തു. 5 സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് 5 ഞാൻ പോപ്പ് ചെയ്തു. 5 എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റി. പക്ഷെ നെക്സ്റ്റ് 9 ആ വരുന്നത്. 9 എനിക്ക് സ്റ്റാക്കിനകത്തോട്ട് ഒറ്റയടിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല തൽക്കാലത്തേക്ക്. പിന്നെ ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് അവര് 4th 1 ആണ്. നമ്മൾ ഓപ്ഷൻ എ അല്ലേ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ 4th 1 നിങ്ങൾ നോക്കിക്കേ. നമ്മളിപ്പോ 5 പുഷ് ചെയ്തു, 6 പുഷ് ചെയ്തു, 7 പുഷ് ചെയ്തു എന്ന് വിചാരിക്കും സ്റ്റാക്കിലേക്ക്. എന്നിട്ട് 7 ഞാൻ പോപ്പ് ചെയ്യാണ്. 7 പോപ്പ് ചെയ്തു. ദെൻ 6 പോപ്പ് ചെയ്തു. ഓക്കെ. ദെൻ ഞാൻ 8 പുഷ് ചെയ്തു, 9 പുഷ് ചെയ്തു, 9 പോപ്പ് ചെയ്തു. അതാണ് ഇവിടെ കാണുന്നത്. ദെൻ 8 പോപ്പ് ചെയ്തു. ദെൻ സ്റ്റാക്കിനകത്ത് ഏത് മാത്രമാണ് കിടക്കുന്നത്? 5 മാത്രമാണ് കിടക്കുന്നത്. 5 പോപ്പ് ചെയ്തു. കണ്ടോ? 4th 1 എങ്ങനെയാ പോസിബിൾ ആയി എന്നുള്ളത് മനസ്സിലായോ? Hope this is very much clear for you. So ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നിന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഡേറ്റ സ്ട്രക്ചറിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഡേറ്റ സ്ട്രക്ചർ കോൺസെപ്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.